നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അടവിയിലാണ്. അടവി എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൊട്ടവഞ്ചിയുടെ റൈഡ് ആസ്വദിക്കാനും അവിടുത്തെ കാഴ്ചകൾ കാണാനും ഒക്കെ ആയിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ കാഴ്ചകളും കൊട്ടവഞ്ചി റൈഡുമാണ്. പത്തനംതിട്ട അറിയപ്പെടുന്ന ക്ഷേത്രങ്ങൾ കൊണ്ട്, പള്ളികൾ കൊണ്ട്, കലാരൂപങ്ങൾ കൊണ്ട്, കല കൊണ്ട് അറിയപ്പെടുന്ന നാട്, ദൈവത്തിൻ്റെ സ്വന്തം നാട്. കാട്ടുപൂക്കളും മലകളും പുഴകളും കൊണ്ട് സമ്പന്നമായ നാട്. പത്തനംതിട്ടയിലെ കോന്നിയിലെ അടവിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കാട്ടിൻ്റെ ഭംഗി കണ്ട് കൊട്ടവഞ്ചി യാത്ര ആസ്വദിക്കും. കോന്നിയിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ തണ്ണിത്തോട് റോഡിലൂടെ സഞ്ചരിച്ചു വേണം അടവി കൊട്ടവഞ്ചിയുടെ ഭാഗത്തേക്ക് എത്താനായിട്ട്. അതിലേകദേശം 6 കിലോമീറ്ററോളം വനത്തിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്രയാണ്. മണ്ണീറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിയും ഇതുതന്നെയാണ്. നമ്മളങ്ങനെ അടവി കൊട്ടവഞ്ചിയുടെ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. പാർക്കിങ്ങിന് വിശാലമായ ഒരു ഏരിയ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 500 രൂപയാണ് ഒരു കൊട്ടയ്ക്ക് ഈടാക്കുന്നത്. ഏകദേശം 20-25 മിനിറ്റോളം റൈഡിംഗ് ഉണ്ട്. നമ്മൾ ആദ്യം ചെല്ലുന്നത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഭാഗത്തേക്കാണ്. അവിടെ നിന്നും ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. നേരത്തെ 400 രൂപയായിരുന്നു ചാർജ്, ഇപ്പോൾ 500 രൂപയാണ്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഈ ഒരു ഭാഗം, ഈ ഒരു ഗാർഡൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരനുഭവമായിരിക്കും. നമ്മൾക്ക് ഒരുപാട് നേരം ഇരുന്ന് വിശ്രമിക്കാൻ പറ്റുന്ന തരത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നല്ല തണുപ്പാണ്. ചെടികളെല്ലാം നല്ല രീതിയിൽ അലങ്കരിച്ച് വരികയാണ്. ഇനി നമ്മൾ കൊട്ടവഞ്ചി റൈഡ് ആസ്വദിക്കാനാണ് പോകുന്നത്. ഇതാണ് റൈഡിനായിട്ട് ഉപയോഗിക്കുന്ന കൊട്ട. കർണാടകയിലെ ഹൊഗനകൽ എന്നറിയപ്പെടുന്ന സ്ഥലത്തു നിന്നും വരുത്തിക്കുന്ന കൊട്ടയാണ്. മുള കൊണ്ട് നിർമ്മിച്ച ഫ്രെയിമിന് അടിവശത്തായിട്ട് ടാർപ്പ് വിരിച്ച് ചാക്ക് വെച്ച് ടാറ് തേച്ചാണ് കൊട്ട നിർമ്മിക്കുന്നത്. മനോഹരമായ ഡിസൈനിൽ തീർത്തിരിക്കുന്ന ഒരു കൊട്ടയാണിത്. ഇത് പുതിയ കൊട്ടയാണ്. കർണാടകയിലെ ഹൊഗനകൽ എന്നറിയപ്പെടുന്ന സ്ഥലം കൊട്ടവഞ്ചി റൈഡിങ്ങിന് ഫേമസ് ആണ്. നമ്മളിനി കൊട്ടവഞ്ചി റൈഡിംഗ് നടക്കുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. അച്ചൻകോവിൽ വനത്തിൻ്റെ ഉൾവശമാണിത്. അച്ചൻകോവിൽ ആറാണ് നമ്മൾ ഈ കാണുന്നത്. വേനൽക്കാലത്ത് പ്രത്യേകം ബണ്ട് കെട്ടി വെള്ളം തടങ്ങി നിർത്തിയാണ് കൊട്ടവഞ്ചി റൈഡിംഗ് നടത്തുന്നത്. സീസൺ ടൈമിൽ, മഴയുള്ള ടൈമിൽ വെള്ളം ഉയരുന്ന സമയത്ത് ഇവിടെ നിന്നും താഴേക്ക് 4 കിലോമീറ്ററോളം കൊട്ടവഞ്ചി റൈഡിംഗ് നടത്താവുന്നതാണ്. കൊട്ടവഞ്ചി റൈഡിങ്ങിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു എക്സ്പീരിയൻസ് അതായിരിക്കും. തീർത്തും അഡ്വഞ്ചർ നിറഞ്ഞ കാടിൻ്റെ ഭംഗി കണ്ട് മഴയുടെ നനവിൽ താഴേക്ക് ഏകദേശം 4 കിലോമീറ്ററോളം നമുക്ക് റൈഡിംഗ് നടത്താവുന്നതാണ്. ഇത് വേനൽ സമയമായതുകൊണ്ട് ഇപ്പോൾ താഴേക്ക് റൈഡിംഗ് ഇല്ല. മുകൾ ഭാഗത്തേക്കാണ് ഇന്ന് നമ്മൾ റൈഡിങ്ങിന് പോകുന്നത്. കേറാല്ലേ? തരട്ടെ. ഒരു വശം കൊണ്ട് ചരിക്കല്ലോ. ഒരാളോട് കയറുന്നില്ല, അതല്ല കളിയാക്കിയ. ഞങ്ങളെ ഒറ്റയ്ക്ക് വിടരുത്. അങ്ങനെ നമ്മുടെ കൊട്ടവഞ്ചി റൈഡിങ് ഇവിടെ ആരംഭിക്കുകയാണ്. ഈ താഴോട്ട് കൊണ്ടുപോകുന്നത് എപ്പോഴാണ്? മഴക്കാലത്ത്. സീസണിൽ വലിയ വെള്ളം ഉണ്ട് കൊണ്ടുപോകുന്നത്. അഡ്വഞ്ചറായിട്ട് പോകുന്നത്. അത് 2 കിലോമീറ്റർ ദൂരമാണ്. അഡ്വഞ്ചർ എന്ന് പറയാതെ നല്ലതാണ്. നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അതൊക്കെ ചിന്നോ വെള്ളം കൂടി നമ്മൾ ദൂരം കയറി പോകത്തില്ല. ഒഴുക്കായിരിക്കും. റിസ്ക്കുണ്ടല്ലേ? ഒഴുക്ക് കൂടുതലായിരിക്കും. ഒഴുക്കിന് ഇവിടെയല്ലേ നമുക്ക്. ഇതിപ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളം അല്ലേ? ഒഴുകുന്നുണ്ട്. ഉണ്ട്.
ലെവൽ ചെയ്ത് ഇങ്ങനെ എടുത്തേക്കുന്നുണ്ട്, വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ഈ ഭാഗമൊക്കെ ആന വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ്. തലേന്ന് രാത്രി ആനക്കൂട്ടം വന്നു പോയതിൻ്റെ കാൽപ്പാടുകളാണ് കരയ്ക്ക്. ആന ഇറങ്ങിയതല്ലേ? രാത്രി ഇവിടെ ആന ഇറങ്ങുന്നത് സീസൺ ടൈം അപ്പോൾ ഏതാ സീസൺ ടൈം വരുന്നത്? വെക്കേഷനൊക്കെ ഇപ്പോൾ കോവിഡ് വന്നാൽ പിന്നെ എന്നും വെക്കേഷൻ. കൂടുതൽ ആൾക്കാർ വരും. മഴ സമയത്തൊക്കെ ഉണ്ടോ? ഈ മഴ പെയ്യുമ്പോൾ കുഴപ്പമില്ല, നനയുന്നേ ഉള്ളൂ. കുറച്ച് വെള്ളം വീണാലും കുഴപ്പമില്ല. ഈ താഴോട്ട് കൊണ്ടുപോകുന്ന ഇപ്പം എങ്ങനെ? താഴെ കൊണ്ടുപോയിട്ട് എങ്ങനെ തിരിച്ചു വരും? താഴെ അവിടെ കൊണ്ടുവന്നിട്ട് വണ്ടി എടുക്കാനുള്ള ആളിനെ ഞങ്ങൾ ഓട്ടോയ്ക്ക് കൂടെ അവിടെ പോയി നിന്നാൽ മതി. ബാക്കിയുള്ള അവിടെ ഓട്ടോ ഞങ്ങൾ പിക്കപ്പിന് കയറ്റിക്കുന്നു. ആണല്ലേ? അതിന് സ്പെഷ്യൽ ചാർജ് വല്ലതും ഉണ്ടോ? നമ്മൾ താഴോട്ടുള്ള 900 രൂപ. 900 രൂപ. വെയിറ്റ് ഇല്ലാത്ത 2 പേരെ അവിടെ ഇരിക്കുന്നത്. വെയിറ്റുള്ള 2 പേര് ഞാൻ എടുത്തല്ലേ? അപ്പം ഞങ്ങളെ പരോക്ഷമായിട്ട് കളിയാക്കി. വെയിറ്റുള്ള 2 പേര്. ഞാൻ പറഞ്ഞ വെയിറ്റ് ഇല്ലാത്ത 2 പേർക്ക് പോരാൻ പറഞ്ഞു. 2 കൂടെ അവരെ വിചാരിക്കും. എന്നിട്ട് കിടക്കുന്ന നോക്ക് വിശാലമായിട്ട് സുഖമായിട്ട്. താഴത്തൊന്നുമില്ല, താഴത്തൊന്നുമില്ല. അത് മനസ്സിരിക്കത്തില്ല. വലിയ വെയിറ്റ് കയറിയാലും താഴത്തൊന്നുമില്ല. നിങ്ങളിങ്ങനെ സുഖമല്ലേ, ഒഴുകി നടക്കാം. വെയിറ്റ് കുറയ്ക്കും. കാറ്റടിച്ചാ പറന്നു പോകുന്നു. കാറ്റടിച്ചാ പറന്നു. ഇതങ്ങനെ പറക്കത്തൊന്നുമില്ല. അവരല്ലേ കാര്യമായിട്ടുള്ള നിരീക്ഷണമാണെന്ന് തോന്നുന്നു. 3 പേരും എന്തൊക്കെയോ പരിശോധിക്കുന്നു. വെള്ളത്തിലാശാനെ പിടിക്കാൻ 3 പേരും കൂടെ വെള്ളത്തിലാശാനെ പിടിക്കുക. പാട്ടൊക്കെ വെച്ച് 3 പേരും എന്തോ തപ്പി പോവുക. വെള്ളത്തിലാശാനെ പിടിക്കാനാ പോകുന്നത്. എന്താ പിടിക്കാൻ പോവാടാ? നിങ്ങൾ 3 കൂടെ എന്റെ പിടിക്കാൻ നടക്കുവാന്ന് അവർ പറയും. എന്നാ പറന്നാ പോകുന്നത്. കറങ്ങാൻ ഇറങ്ങിയ പിന്നെ കറങ്ങ. 2 വെയിറ്റ് ഉള്ള സാധനങ്ങളായോണ്ട് ദൈവമേ, വെയിറ്റ് കൂടുതലായിട്ട് അപ്പൂന്റെ ബോധം പോയത്.